നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസ്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇതുപോലെ രണ്ട് സൈഡും ഉപയോഗിക്കാൻ പറ്റിയ മാസ്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മാസ്ക് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ മാസ്ക് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന അളവിലാണ് ഞാൻ തയ്ക്കുന്നത്. കോട്ടൺ തുണിയാണ് ഞാൻ മാസ്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മാസ്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണി നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലുള്ളൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ പ്ലേറ്റിൻ്റെ അളവിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 8 ഇഞ്ചാണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്ലേറ്റ് വെച്ചിട്ട് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് മാസ്ക് തയ്ക്കാൻ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 9 ഇഞ്ച് വേണം ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഇതുപോലെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അര ഇഞ്ച് വീതം ചുറ്റിലും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 9 ഇഞ്ച് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം 8 ഇഞ്ചാണുള്ളത്. അപ്പോൾ നമുക്ക് അര ഇഞ്ച് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പ്ലേറ്റ് 9 ഇഞ്ച് ആണെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. സെയിമായിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി ഞാനിതിനെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി സെൻറ്ററിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്നും കൂടി മടക്കിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക, കറക്റ്റ് സെൻറ്ററിൽ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള 4 പീസുകളാണ് കിട്ടുക. ഇനി മാസ്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് കുട്ടികൾക്ക് വേണ്ടത്. ഞാൻ 6 ഇഞ്ചിൽ 2 എലാസ്റ്റിക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാസ്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസുകൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ചീത്ത വശത്തൂടെ സെൻറ്ററിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ബാക്കി 2 പീസുകളും തമ്മിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ നല്ല വശത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. രണ്ടും നല്ല വശത്തേക്ക് ഇതുപോലെ ആക്കിയതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചീത്ത വശത്തൂടെ മുകളിലത്തെ സൈഡും താഴത്തെ സൈഡുമൊക്കെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് 1/4 ഇഞ്ച് വിട്ടിട്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ സൈഡ് ഞാൻ ഇതുപോലെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡും 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇലാസ്റ്റിക്കാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്.
നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സൈഡ് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതം 2 പീസിൻ്റെയും സൈഡ് 1/4 ഇഞ്ച് വീതം ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം മുകളിലും താഴെയുമായിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉൾവശത്തേക്ക് കയറ്റിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇലാസ്റ്റിക്കിൻ്റെ അറ്റം ഒരു 1/4 ഇഞ്ച് വീതം മാത്രം അകത്തേക്ക് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ 2 സൈഡും ഞാൻ ഇതുപോലെ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏറ്റവും സൈഡിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളടത്ത് ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഏറ്റവും സൈഡിലായിട്ട് മുഴുവനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. നേരത്തെ വെച്ചതുപോലെ തന്നെയാണ് ഈ സൈഡിലും വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാസ്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ ഏത് സൈഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് 2 ലെയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റിച്ചൊന്നും പുറത്ത് കാണില്ല. വളരെ ഈസിയാണ് ഇത് തയ്ക്കാനായിട്ടും. അപ്പോൾ നിങ്ങളും കുട്ടികൾക്കുള്ള മാസ്ക് ഈ രീതിയിലൊന്ന് തയ്ച്ചു നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഞാനൊരു പുതിയ ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. ശ്രീസ് ക്രിയേഷൻ എന്നാണ് ചാനൽ നെയിം. അപ്പോൾ അതിൽ കുട്ടികളുടെ ഡ്രസ്സ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കണ്ട് ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.